ഇത് തുടരും സിനിമയുടെ റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണണ്ട, ഞാൻ കണ്ടു, അതിന്റെ അഭിപ്രായം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഷോട്ട് മുതൽ നമുക്ക് മനസ്സിലാവും ഇത് ആക്ച്വലി നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഫാമിലി സംഭവമല്ല, അതിന് മുകളിൽ എന്തോ ഉണ്ടെന്നുള്ളത്. ആ എക്സ്പെക്ടേഷൻ പിന്നെ ഓരോ സീൻ കഴിയും തോറും പതുക്കിനെ റേസായി വരികയാണ് ചെയ്യുക. ഇതിൽ ആദ്യത്തെ മോഹൻലാൽ എന്നുള്ള പേര് എഴുതി കാണിക്കുന്ന ആ ഷോട്ട് തൊട്ട് ഏറ്റവും അവസാനം മോഹൻലാൽ എന്ന പേര് എഴുതി കാണിക്കുന്ന ആ ഷോട്ട് വരെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഗംഭീരമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ നിസ്സഹായത, ബുദ്ധിമുട്ട്, അയാളുടെ ദേഷ്യം, വൈരാഗ്യം, പ്രതികാരം, എല്ലാ ഇമോഷനും മോഹൻലാൽ എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിലുണ്ട്. ഇതൊരിക്കലും ദൃശ്യമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതെനിക്ക് തോന്നുന്നത് ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഭ്രമരം സിനിമയൊക്കെ ഇല്ലേ, അതൊക്കെ ആയിട്ട് നമുക്ക് ചെറുതായിട്ട് കമ്പയർ ചെയ്യാവുന്ന ടൈപ്പ് പടമാണ്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്ത് വേണം നിങ്ങൾ വരാൻ വേണ്ടി. ഫസ്റ്റ് ഹാഫിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് ബോറടിക്കുന്ന പോലത്തെ ഒരു ഫീല് വന്നു. പിന്നെയുള്ള സീനുകൾ വന്നപ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി മേക്കപ്പായി പോയി. ലാലേട്ടൻ്റെ അഭിനയ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ എണ്ണി പറഞ്ഞു വെക്കാവുന്ന കഥാപാത്രങ്ങൾ എടുത്തു വെക്കാവുന്ന ഒരു ക്യാരക്ടറാണ് ഷൺമുഖൻ എന്നുള്ള ഈ ഒരു കഥാപാത്രം. ഫാൻ ബോയ് മൊമെന്റ്സ് നമുക്ക് കിട്ടും, ഇമോഷൻസ് നമുക്ക് കിട്ടും, ലാലേട്ടൻ്റെ അഭിനയം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് മോഹൻലാൽ എന്ന നടനെയും സൂപ്പർ സ്റ്റാറിനെയും ഇത്ര നന്നായി യൂസ് ചെയ്ത വേറൊരു സിനിമ ഇല്ല ഗൈസ്.